പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അധ്യായം യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. യോനാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അമിത്തായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളിപ്പാടുണ്ടായതെന്തെന്നാൽ, യോനാ പ്രവാചകന് യഹോവയുടെ അരുളിപ്പാട് ഉണ്ടാകുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ അരുളിപ്പാട് കേൾക്കുന്നതാണ് ഒരു മഹാഭാഗ്യം. ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്നതും അത് ദൈവത്തിൻ്റെ ആലോചനയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതും ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്കൊരു അങ്ങനെ സാധിക്കുകയാണെങ്കിൽ അതൊരു മഹാഭാഗ്യമാണ്. അങ്ങനെയുള്ളവരുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകും. അങ്ങനെയുള്ളവർക്ക് അവരുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ അവർക്ക് തെറ്റുകളിലൂടെ യാത്ര ചെയ്യേണ്ടി വരത്തില്ല. അവർക്ക് ദൈവശബ്ദത്തിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കും. അവർക്ക് തെറ്റായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരത്തില്ല. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം പോകുന്ന ഒരാൾക്ക് ദൈവത്തിൻ്റെ ആലോചന അത് കേൾക്കുകയും അത് ദൈവത്തിൻ്റെ ആലോചനയാണെന്ന് തിരിച്ചറിയുകയും ആ ദൈവത്തിൻ്റെ ആലോചനയിലൂടെ യാത്ര ചെയ്യുകയും ചെയ്താൽ യാത്ര ഒരു പരാജയമാകത്തില്ല. ഇവിടെ യോനാ പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളിപ്പാടുണ്ടാകുന്നു. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, പല കാര്യങ്ങളിലും പലർക്കും ഡിസിഷൻ എടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതെങ്ങനെയാണ്? പലരോട് നിർദ്ദേശങ്ങൾ ചോദിക്കുന്നു. അത് നല്ല കാര്യമാണ്, പലരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. എന്നാൽ നീ ഈ വിഷയത്തിൽ ഇപ്പോൾ നേരിടുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ ആലോചന കേട്ടിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? താങ്കൾക്ക് ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? താങ്കൾക്ക് ദൈവത്തിൻ്റെ ആലോചനയെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ആ യാത്ര വളരെ സുഖമായിരിക്കും. യാത്രയിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരത്തില്ല. ദൈവത്തിൻ്റെ ആലോചന കേൾക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ ആലോചനയിലൂടെ നടക്കുക, ദൈവത്തിൻ്റെ ശബ്ദത്തിലൂടെ യാത്ര ചെയ്യുക. അങ്ങനെ യാത്ര ചെയ്യുന്നവരുടെ ജീവിതം ഏറ്റവും സേഫ് ആയിരിക്കും. അവർ സക്സസ് ആകും. ഈ ഭൂമിയിൽ ഒരു സക്സസ് ലൈഫ് വേണമോ? അങ്ങനെയുള്ളവരോട് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ അരുളിപ്പാട് നിങ്ങൾ കേൾക്കണം. ദൈവത്തിൻ്റെ ആലോചന കേൾക്കുക. ദൈവശബ്ദത്തിന് ഇറങ്ങി പുറപ്പെടുക. ഇവിടെ യോനാ പ്രവാചകനോട് ദൈവം പറയുന്നു, യഹോവ പറയുക, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെല്ലുക. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു, നീ അവരോട് പ്രസംഗിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥന മാത്രമല്ല ദൈവസന്നിധിയിൽ എത്തുന്നത്, പാപവും ദുഷ്ടതയും ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പം ദൈവത്തിൻ്റെ അഭിഷിക്തനെ ഇതാ ആ ഒരു പട്ടണത്തിലേക്ക് വിടുവാൻ ആഗ്രഹിക്കുന്നു. അത് കേട്ടിട്ട് യോന ഇതാ തെറ്റുമാറുന്നു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഓരോ ദിവസമായിട്ട് ചിന്തിക്കാം. ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് ഒറ്റ കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ: യഹോവയുടെ അരുളിപ്പാട് കേൾക്കുക, യഹോവയുടെ ശബ്ദം കേൾക്കുക, ആ ശബ്ദത്തിനനുസരിച്ച് യാത്ര ചെയ്യുക. അങ്ങനെ യാത്ര ചെയ്യുന്നവരുടെ റൂട്ടിൽ നിങ്ങൾ അത്ഭുതം കാണും. അങ്ങനെ യാത്ര ചെയ്യുന്നവരുടെ ജേർണിയിൽ അത്ഭുതം കാണും. അവർ സക്സസ് ആകും. പരിശുദ്ധാത്മാവ് അവർക്ക് ഒരു സക്സസ് ലൈഫ് നൽകും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വചനം കേട്ടവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഏത് വിഷയത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ആ വിഷയത്തിൻ്റെ അകത്ത് യഹോവയുടെ അരുളിപ്പാട് കേൾക്കുക. ഈ വിഷയത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ഓർത്തിരിക്കുന്ന വ്യക്തികളോട് ദൈവാത്മാ പറയുന്നു, നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട്. വ്യക്തിപരമായി എൻ്റെ സന്നിധിയിൽ ഒന്ന് ഇരിക്കാൻ തയ്യാറാണോ? എൻ്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാണോ? പലരുടെയും ആലോചനകളുടെ പുറകെ പോകാതെ നീ എൻ്റെ ശബ്ദം കേൾക്കാൻ റെഡിയാണോ? അങ്ങനെയുള്ളവർ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാമോ? യേശുവേ, ഞാൻ ഏൽപ്പിച്ചു തരുന്നു, നീ എന്നോട് ഇടപെടണമേ. എൻ്റെ യാത്രയിൽ കർത്താവെ, നിൻ്റെ ശബ്ദം കേട്ട് പോകുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഇന്ന് ഈ വചനം കേട്ടവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല കാര്യങ്ങളും ഡിസിഷൻ എടുക്കാതെ കൺഫ്യൂഷനായിരിക്കുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ഇന്ന് ഞാൻ ഉറപ്പോട് പറയാം, നിങ്ങളോടുള്ള ആലോചന ദൈവം നിങ്ങളുമായി വ്യക്തിപരമായി ഇടപെടും. അതിനായിട്ട് വെയിറ്റ് ചെയ്യുക.
ആ ആലോചനയെ സ്റ്റെപ്പ് വെക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.